നമ്മുടെ ആളുകൾ എല്ലാത്തിനും ഉത്തരം കണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ പ്രേമമുണ്ടല്ലോ, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ആരോടാണ് തോന്നുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉത്തരവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതെ, അത് നേരാണ്. എവിടെയോ ആഫ്രിക്കയിൽ കയറി പിടിച്ച തീ ഏഷ്യയിൽ വന്നെത്താൻ കുറേ വർഷങ്ങളായെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ പറയാനാ? എന്തായാലും ഒരാളുടെ മനസ്സിലെ പ്രേമം മറ്റൊരാളുടെ മനസ്സിലേക്ക് ചെന്നു ചേരാൻ ഒരു ഞൊടിയിൽ 1,00,000-ൽ 1 പങ്ക് മതിയെന്നാണ് പറയുന്നത്. ഇതുപോലെ ഞാൻ പ്രേമത്തെക്കുറിച്ച് എഴുതിയ ബ്ലോഗ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇത്ര ഫേമസ് ആയെന്ന് എനിക്കറിയില്ല, ഓർക്കാൻ പറ്റുന്നില്ല. ആ ബ്ലോഗ് കാരണം നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് വളരെ വളരെ സന്തോഷമായിരിക്കുക. താങ്ക് ഗോഡ്. ഓ മൈ ഗോഡ്, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര ദൂരത്ത് നിന്നാ വന്നിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി, വെരി ഹാപ്പി. ദിസ് ഇസ് എ ഗ്രേറ്റ് ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു മനു, താങ്ക് യു സോ മച്ച്. നീ എന്നെ ഉണ്ടല്ലോ ജീവിത സഖിയാക്കിയതിന് എനിക്ക് ഒരുപാട് സന്തോഷായി. ഈ ഹാപ്പിനെസ് നമ്മുടെ ജീവിതം മുഴുവനും അങ്ങോളം ഉണ്ടാവണം എന്നാണ് എന്റെ പ്രാർത്ഥന. അതുണ്ടാകും, എനിക്ക് ഉറപ്പാണ്, തീർച്ച. പക്ഷേ എനിക്കൊരു ജീവിതമില്ല. എന്തു പറ്റി ഏഷ? ലീവ് ഇറ്റ് മനു. സന്തോഷായി, എനിക്ക് ഭയങ്കര സന്തോഷായി. നീ കാര്യം എന്താണെന്ന് പറ. സാരമില്ല, പറ. എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് മനു. ഏത് നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. എത്ര നാൾ ജീവനോട് ഇരിക്കുമെന്ന് പോലും അറിയില്ല. ട്രീറ്റ്മെന്റിന് 25 ലക്ഷം വേണ്ടിവരും. എന്റെ അച്ഛന്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല മനു. മരണം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും ഒരിക്കലും അത് ഓർത്ത് വിഷമിച്ചിട്ടില്ല. പക്ഷേ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മരണം എനിക്ക് ഭയമാവുന്നു. എനിക്ക് ജീവിക്കണം മനു. നിന്നോടൊപ്പം 100 വർഷം എനിക്ക് ജീവിക്കാൻ തോന്നാണ്. എന്താ 25 ലക്ഷോ? നിങ്ങൾ എന്താ പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ? ഉറങ്ങാതെ പിച്ചമ്പേയും പറയാ. എടാ, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് ഇത്രയും പൈസ തരാനായിട്ട്? ചേട്ടാ ചേട്ടാ, എവിടെന്നെങ്കിലും കുറച്ച് പൈസ എനിക്ക് പലിശക്കെടുത്തതാ. ഐഷ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ചേട്ടാ. എന്നെ ഒന്ന് രക്ഷിക്ക്. ആ ദയനീയ നോട്ടം ഇപ്പോഴെന്റെ കണ്ണിലുണ്ട് ചേട്ടാ. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഒന്ന് സഹായിക്കൂ ചേട്ടാ. എടാ മനു, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഉടനെ ഇത്രയും പൈസ ചോദിച്ചാ 1-2 ലക്ഷം ആയിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ചേട്ടാ, ഞാനതിന് ഉറപ്പ് തരാം ചേട്ടാ. ഒന്ന് സഹായിക്കൂ ചേട്ടാ. ഡാ, അത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്കുക നിവൃത്തിയുള്ളൂ. അപ്പൊ നിങ്ങൾ തരില്ലല്ലേ? എടാ, എന്റെ അടുത്ത് ഇല്ലടാ. ഡാ 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 ഡാ, എങ്ങോട്ടാ പോകുന്നേ? കൊള്ളയടിച്ചിട്ടെങ്കിലും ഞാൻ എന്റെ ഐഷയെ രക്ഷിച്ചിരിക്കും. ഇവൻ എന്ത് വട്ടായി പറയുന്നേ? നിക്കടാ ചേട്ടാ, അവിടെ നിക്കാൻ. മനു, നാളെ രാവിലെ വാ, തരാം. എന്താന്ന് 25 ലക്ഷം വേണമെന്നോ? വേണം ചേട്ടാ. ചേട്ടാ, ഇവനൊരു പഠിച്ച കള്ളനാ, മഹാ തട്ടിപ്പുകാരൻ, എന്റെ പെങ്ങളെ ചതിച്ചവനാ. എന്താ പ്രഭാകർ, നീ തന്നെയല്ലേ പറഞ്ഞത് ഇവനൊരു തട്ടിപ്പ് പാർട്ടിയാണെന്ന്? ആ ഇവന് തന്നെ വേണം നിന്റെ പെങ്ങൾക്ക്. എന്തൊക്കെയായാലും ഇപ്പൊ ഈ TV-യിൽ ആങ്കർമാര് ബ്രേക്ക് പറയുന്ന പോലെ ഈ ആമ്പിളേര് പെമ്പിള്ളേരുടെ അടുത്ത് ബ്രേക്ക് പറയുന്ന കാലല്ലേ. ഇവനെന്റെ ജീവൻ രക്ഷിച്ചവനാ, എൻ്റെ ഒരു അനിയനെ പോലെ. ഇവനെന്തെങ്കിലും പറഞ്ഞാ അത് എന്നെ പറയുന്നത് പോലെയാ. ശരിടാ, നീ ചോദിച്ച കാശ് ഞാൻ തരാം. പകരം നീ എനിക്കെന്ത് തരാ? ചേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം ചേട്ടാ. എൻ്റെ കൂടെ ജോലി ചെയ്യണം. ചെയ്യോ നീ? ഞാൻ ചെയ്യാം ചേട്ടാ. റൗഡീസമാണ് ചെയ്യേണ്ടത്. നീ ചെയ്യുന്നോ? എനിക്ക് ജീവിക്കണം മനു. നിന്നോടൊപ്പം 100 വർഷം എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം മനു. ചെയ്യുന്നോന്ന്? ചെയ്യുന്നു. ഞാൻ ചെയ്യാം ചേട്ടാ. ഡാ ശേഷു, വരുന്നു ചേട്ടാ. എന്നാ പിടിക്കേ. നിന്നെ വിശ്വസിച്ചാ തരുന്നേ. താങ്ക്സ് ചേട്ടാ. ദൈവമേ, രക്ഷിക്കണം. എൻ്റെ ഐഷ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല.
ഓക്കെ ശ്രീധർ, വി വിൽ ക്യാച്ച് അപ്പ്. എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ശ്രീധരേട്ട, അവൾക്കൊന്നും ആവില്ലല്ലോ അല്ലേ? ജീവനോട് തിരിച്ചു കിട്ടില്ലല്ലോ അല്ലേ? എല്ലാം ഭേദമാവല്ലേ? പറ ചേട്ടാ പ്ലീസ്. വിട്ട് കളഞ്ഞേക്കടാ. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ പണം പോരേക്ക് പറ, എത്ര വേണമെങ്കിലും കൊണ്ടുതരാം ചേട്ടാ. എങ്ങനെയെങ്കിലും രക്ഷിക്കും ചേട്ടാ. ഇനി നിങ്ങൾക്ക് പറ്റിലേക്ക് പറ, ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവാം. എടാ, അവള് മരിക്കണമെങ്കിൽ അവൾക്ക് ട്യൂമർ ഉണ്ടാവണ്ടേ? അപ്പൊ ഇല്ലേ? എടാ, ഐഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലടാ. മനു, എന്നോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാനാണ് ഇങ്ങനൊരു കള്ളത്തരം ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷേ എന്നെ നീ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടോ മനു? എന്നെ കണ്ടപ്പോ പിന്നെ നീ എന്താ കരുതിയേ? വട്ടനാണെന്ന് വിചാരിച്ചോ? നിനക്ക് ശരിക്കും ട്യൂമർ ഉണ്ടെന്ന് വിചാരിച്ച് എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയാതെ എത്ര വേദന അനുഭവിച്ചെന്നറിയാം നിനക്ക്. നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ എന്നോട് ചെയ്യാൻ? എനിക്കറിയാം നിനക്ക് എന്താ വേണ്ടതെന്ന്. പണമല്ലേ വേണ്ടത്? ഇതാ, ഈ പണത്തിന് വേണ്ടിയിട്ടല്ലേ? കൊണ്ടുപോ. വാവ്. ഹലോ മിസ്റ്റർ മോസ്റ്റ് സിൻസിയർ ആൻഡ് സീരിയസ് ലവർ. ഇതിൽ നിനക്ക് അത്ര വേദനയുണ്ടെങ്കിൽ നീ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താ? പ്രേമത്തിന്റെ പേര് പറഞ്ഞ് പെൺകുട്ടികളെ ബലിയാടാക്കുന്നതിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? വികാരത്തിന്റെ വേദനയെക്കുറിച്ച് നീ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ നാടകം നടത്തിയത്. നീ ഒരു മനുഷ്യനാണോ? ഉത്തരം മുട്ടിയിട്ട് നീ അങ്ങ് പോവുകയാണല്ലേ? സത്യം പറയാനുള്ള ധൈര്യമില്ല നിനക്ക്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പെറ്റു വളർത്തി ആളാക്കിയില്ലേ, അവരെ പറഞ്ഞാ മതി. നിങ്ങൾ എങ്ങനെ കാര്യം അറിയാണ്ട് സംസാരിക്കരുത്. ഇനി എന്തറിയാനാ? പ്രേമെന്ന പേരിൽ കുറെ പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ചില്ലേ? അല്ല, അവനെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? എനിക്കറിയാവനെ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ ഇങ്ങനെ ആകാനുള്ള കാരണവും ഞാനാ. ഞാൻ കാരണം അവന്റെ ജീവിതം ഇങ്ങനെ നശിച്ചത് ഞാനാ. മനോ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയോ? ഹലോ യെല്ലോ ചുരിദാർ, ഈ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങനെ. ഞാൻ ക്രിസ്ത്യാനിയാ. എന്നിട്ടെന്താ ഇയാൾ അമ്പലത്തിൽ വന്ന്? ഈശോ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മതമൊക്കെ മനുഷ്യർക്ക് മാത്രം, ദൈവത്തിനില്ല. ഹലോ, പേരെന്താ? ഇയാളോടാ ചോദിച്ചേ. ജെസിക്ക, ജൂലി, ജാക്കുലിൻ, ജെന്നിഫർ, ജെനി. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ജെന്നിഫറാ. അത് പോപ്പ് സിംഗർ ജെന്നിഫർ ലോപ്പസ്. ഹലോ യെല്ലോ ചുരിദാർ, ഞാൻ പറഞ്ഞ പേര് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞില്ലല്ലോ.